നെക്സ്റ്റ് ഇനി എന്നാണ് യാത്ര, എവിടേക്കാണ്? നെക്സ്റ്റ് വീക്ക് 23-ാം തീയതി എൻ്റെ ഫ്ലൈറ്റ് കാലിക്കറ്റ് ടു ഹാംബർഗ് ഫ്ലൈറ്റാണ്. അവിടെ എത്തിയിട്ട് ഫസ്റ്റ് ഡേ സൈക്കിളൊക്കെ ഒന്ന് സെറ്റ് ആക്കുക. സൈക്കിൾ ഇപ്പൊ കറന്റ്ലി എവിടെയാണുള്ളത്? ഹാംബർഗിലുള്ളത്. അത് അവിടെ എവിടെ വെച്ച്, അവിടെ എങ്ങനെയാണ്? അവിടെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ അവിടെ ഒരു സ്റ്റോർ ഉണ്ട്, ഗ്രൗണ്ട് ഫ്ലോറിൽ. അവിടെ വെച്ച് പോകും. അവിടെ പോയിട്ട് പരിചയപ്പെട്ടുള്ള ഫ്രണ്ടാണോ മുന്നേ? അല്ലല്ല, എൻ്റെ ആദ്യമുള്ള ഒരു ഫ്രണ്ടാണ്. ഞാൻ അവിടെ എത്തിയപ്പം ഒരു 1 വീക്ക് ഞാൻ അവരുടെ കൂടെ താമസിച്ചത്. എന്നിട്ട് സൈക്കിൾ അവിടെ വെച്ച് പോന്നു. തിരിച്ചങ്ങോട്ട് പോയിട്ട് സൈക്കിൾ എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യും. ഇനി അവിടുന്ന് ഡെൻമാർക്ക്, സ്വീഡൻ, നോർവേ, നെതർലാൻഡ്, ബെൽജിയം, ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ, ഇറ്റലി, സ്വിറ്റ്സർലാൻഡ്, ലക്സംബർഗ്, ഇത്രയും കൺട്രി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ എനിക്ക് ജർമ്മൻ എംബസി തന്നത് 77 ദിവസത്തെ വിസയാണ്. അപ്പോൾ ഇത്രയും രാജ്യങ്ങൾ ആ 77 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. എന്നാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഇതിൽ ചെറിയൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്. വരുന്ന ജൂലൈയിൽ പാരീസിൽ ഒളിമ്പിക്സ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് സൈക്കിൾ ഓടിച്ച് ഒളിമ്പിക്സിന് എത്തി എന്നുള്ള രീതിയിലേക്ക് നടക്കട്ടെ. അത് അങ്ങനെ ഒരു ഡ്രീമും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. നമ്മുടെ ഫിഫന്റെ ടൈമിൽ ഖത്തറിൽ അതിൻ്റെ ഫസ്റ്റ് ഹയാ കാർഡ് ഉപയോഗിച്ചിട്ട് എൻ്റർ ചെയ്തത് ഞാനാണ്. അതെ, അങ്ങനെ ചില കാര്യങ്ങളും കൂടി ഈ ഒരു യാത്രയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കുറേ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് അവാർഡ്സ് അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ ഞാൻ പറഞ്ഞു നേരത്തെ 32-ാമത്തെ വയസ്സിൽ ഞാൻ എടുത്തൊരു തീരുമാനമാണ് ഇപ്പോൾ ഇത് എത്തിച്ചത്. എൻ്റെ 32-ാമത്തെ വയസ്സ് വരെ ഞാൻ കോളേജിൽ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ഒരു അവാർഡ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു ട്രോഫി പോലും എൻ്റെതാന്ന് പറഞ്ഞിട്ട് വീട്ടിലില്ല. പക്ഷെ ഇപ്പോൾ വീട്ടിൽ സ്ഥലമില്ല ശരിക്കും പറഞ്ഞു. എന്നിട്ട് പുതിയ ഷോക്കേസ് ഒക്കെ ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട്. പല അവാർഡുകളും പല രാജ്യങ്ങളിലും ഇപ്പോഴും അവിടെ കിടക്കുക. എനിക്ക് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് സൈക്കിളിൽ അത് ക്യാരി ചെയ്യാൻ പറ്റില്ല. മൊമെന്റോസ് ഒക്കെ ഞാൻ അവിടെ ആരെങ്കിലും ഏൽപ്പിക്കും, നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട്. ഈ രാജ്യത്തൊക്കെ അറിയുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പോകുന്നിടത്തൊക്കെ ഇപ്പോൾ GCC കൺട്രീസിലാണ് എനിക്ക് കൂടുതൽ മൊമെന്റോസ് കിട്ടിയിട്ടുള്ളത്. ഇപ്പം എൻ്റെ കുറേ സാധനങ്ങൾ ഷാർജയിലുണ്ട്, ഖത്തറിലുണ്ട്, ബഹ്റൈനിലുണ്ട്. അതൊക്കെ അവർ വരുമ്പോൾ കൊണ്ടുവരികയും. പുതിയൊരു ഷോക്കേസ് ഒക്കെ ഉണ്ടാക്കണം. തീർച്ചയായിട്ടും വീട്ടിലൊരു റൂം ഇപ്പം ഇനി അതിനായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ കുട്ടികളുടെയൊക്കെ അവരുടെയൊക്കെ റിയാക്ഷൻ എങ്ങനെയാ? ആദ്യം ഞാൻ വൈഫ് എന്ന് തുടങ്ങാം. കാരണം വൈഫ് ഡോക്ടറാണ്. ഇപ്പം ഈ അടുത്ത് 2 വർഷം മുമ്പാണ് പുള്ളിക്കാരത്തി ഒരു ഹോസ്പിറ്റലിൽ കയറിയത്. അപ്പം അതിനു മുമ്പ് കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു ജോബിന് വേണ്ടി. അപ്പം ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പേരെന്താണ് കാര്യങ്ങൾ ചോദിച്ചിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിയിട്ട് പിന്നെ ഫാമിലിനെ പറ്റി ചോദിക്കും. അപ്പോൾ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഇന്റർനാഷണൽ സൈക്ലിസ്റ്റാന്ന് പറയും. പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ മാറി, ഇന്റർനാഷണൽ സൈക്ലിസ്റ്റോ, അങ്ങനെ ഒരു പ്രൊഫഷൻ ഉണ്ടോ, അങ്ങനെ പറഞ്ഞു പിന്നെ എൻ്റെ യാത്രയെ കുറിച്ചാണ് ആ ഇൻ്റർവ്യൂ നടക്കാറ്. അങ്ങനെ പുള്ളിക്കാരത്തേക്ക് അത് ഇൻട്രസ്റ്റ് ആണ്. കാരണം ഇങ്ങനെ ഒരാൾ വളരെ റയറായിട്ടുള്ളൊരു സംഭവമാണല്ലോ. അപ്പം ആളും നല്ല സപ്പോർട്ടാണ്. പോകുന്നിടത്തൊക്കെ അവിടെയുള്ള ആളുകളൊക്കെ ഭയങ്കര. പിന്നെ കുട്ടികളാണെങ്കിൽ അവരുടെ സ്കൂളിലൊരു പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സൈക്കിള് ജർമ്മനിയിലാണ്, യാത്ര കഴിഞ്ഞിട്ട് ഞാൻ ആ സൈക്കിൾ കൊണ്ടുവന്നിട്ട് നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരും ഭയങ്കര ത്രില്ലാണ്. കാരണം അവരുടെ ഫാദർ ഇങ്ങനെ ലോകം മൊത്തം സൈക്കിളിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അവർ പറയും, മൂത്താൾ പറയുന്നത് എന്നെ പോലെ സൈക്കിള് യാത്ര ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മളൊക്കെ എനിക്കൊക്കെ ഇപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് കിട്ടുന്നത്. എൻ്റെ അത്ര പ്രായമായിട്ടില്ല ലൈക്ക് ആ സമയത്ത് നമുക്ക് സൈക്ലിംഗ് അങ്ങനത്തെ അതൊന്നും അല്ല നമ്മുടെ മൈൻഡ്. നമ്മൾ ചോദിക്കുകയാണെന്ന് വെച്ചാൽ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവണം എന്നായിരിക്കും നമ്മുടെ ഒരു നമ്മൾ അതിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. ലാസ്റ്റ് അങ്ങനെയല്ല, നമ്മൾ കരിയർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അല്ല, ഞാൻ ഇപ്പോഴത്തെ കുട്ടികളുടെ അവർക്ക് ഇഷ്ടം എന്താണോ അതിലേക്ക് നമ്മളത് ചെറിയൊരു ട്രെയിനിങ്ങും കൊടുത്ത് അതിലേക്കാണ് വിടേണ്ടത് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഫുട്ബോൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഫുട്ബോളിലേക്ക് വിടുക, അല്ലെങ്കിൽ വരയ്ക്കാൻ, ആ ഒരു മേഖലകളിലേക്ക്. കാരണം വെറും പഠിപ്പ് കൊണ്ട് മാത്രം ലൈഫ് സെറ്റിൽ ആവുന്നില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളിലൂടെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം പൂർണ്ണമാവുള്ളൂ. അതെ, പലർക്കും അവരുടെ ഇഷ്ടത്തിന് പല ആളുകളും ചിലപ്പം പാടാൻ ഇഷ്ടമുള്ളവരായിരിക്കും. ഏതെങ്കിലും സോഫ്റ്റ്വെയർ കമ്പനിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയിരിക്കും. നമ്മൾ പാടിയിട്ട് ആ കരിയറിൽ അതിലൂടെ ജീവിക്കണം, അതിലൂടെ നമ്മൾ സന്തോഷം കണ്ടെത്തണം, അതിലൂടെ ഏൺ ചെയ്യണം. അപ്പോഴാണ് അത് ജീവിതം ഇതാവുള്ളൂ. ഇപ്പോൾ ഫൈസിൻ്റെ ഉമ്മ ഒക്കെ എങ്ങനെയാണ്? ഉമ്മ ആദ്യം ഞാനിങ്ങനെ സിംഗപ്പൂർ പോവാന്ന് പറഞ്ഞ സമയത്ത് എന്നെ ചീത്ത പറഞ്ഞു. എന്നോട് ചോദിച്ചു, നിന്റെ ഫാദർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ സമ്മതിക്കുമായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, ഇപ്പോൾ ഒരിക്കലും സമ്മതിക്കില്ല. കാരണം ഉപ്പക്ക് ഭയങ്കര പേടിയാണ് എന്നെ ഇങ്ങനെ വിടാൻ. പക്ഷേ ഇപ്പോൾ ഉപ്പ അങ്ങനെ കാണുന്നുണ്ടാവും, മോനിങ്ങനെ
പല രാജ്യങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ ചിലപ്പം സന്തോഷിക്കുന്നുണ്ടാവാം. പിന്നെ വൈഫ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി കേട്ട ഉടനെ തന്നെ സപ്പോർട്ട് ചെയ്തു. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ഫ്യൂച്ചർ കരിയർ എല്ലാം ഞാൻ വേണ്ടെന്ന് സാക്രിഫൈസ് ചെയ്ത ഒരാളാണ്. അപ്പം അതൊക്കെ തിരിച്ചു പിടിക്കാൻ മീൻസ് വേറൊരു ജോബിന് പോയിട്ട് കുറേ പൈസ ഉണ്ടാക്കുക എന്നല്ല, ആ ഒരു സാക്രിഫൈസ് ചെയ്ത കാര്യങ്ങൾ തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ഇതിലായിരിക്കാം പുള്ളിക്കാരത്തി ഇതിന് പൂർണ്ണ സപ്പോർട്ടായിരുന്നു. കേട്ട ഉടനെ തന്നെ ഒരു നോ എന്ന് പറഞ്ഞിട്ടില്ല, ഓക്കെ എന്ന് പറഞ്ഞു നമുക്കിത് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇനിയിപ്പോൾ പോകുന്നത് ജർമ്മനിലേക്ക് പോകുന്നത്, ഇനി അത് എത്ര ഡേയ്സ്? 4 months ആണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു 2.5 months യൂറോപ്പ്, ഒരു 2 months ഞാൻ യു കെ മൊത്തം എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഫാമിലിനെ കൊണ്ടുവരാനുള്ളൊരു പ്ലാൻ ഉണ്ട്. ഞാൻ അവിടെ എത്തുമ്പോഴേക്ക് അവരവിടെ എത്തണം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 1 month ഫാമിലിയുടെ കൂടെ. അപ്പോൾ അവിടെ ഇങ്ങനെ അവർക്ക് ഫാമിലിക്ക് എങ്ങനെ സ്റ്റേ ചെയ്യാൻ പറ്റും? എൻ്റെ ബ്രദറിലോ യു കെയിലുണ്ട്. പിന്നെ അവിടെ കുറേ ഇപ്പം മലയാളികൾ ഏറ്റവും കൂടുതലുള്ള യു കെയിലാന്ന് തോന്നുന്നു. ഞാൻ ഒരുപാട് മെസ്സേജ് എനിക്ക് വരാറുണ്ട്, യു കെയിലാണ്, വരുമ്പോൾ പറയണം കാണണം എന്നൊക്കെ. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആളുകളെക്കാട്ട് ബന്ധം പുറത്താന്ന് തോന്നുന്നു അല്ലേ? അത് ശരിയാ. കേരളത്തിൽ എനിക്ക് അത്ര അങ്ങോട്ട് ഞാൻ വലിയ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്ത നെറ്റ്വർക്ക് കുറവാണ്, ഫ്രണ്ട്ഷിപ്പ് നെറ്റ്വർക്ക് കുറവാണ്. പക്ഷെ ഇപ്പോൾ ഒരുപാട് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഒരുപാട് കണക്ഷൻസ് ഉള്ളത്. രാജ്യത്തിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ അടുത്ത് ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അർമേനിയയിൽ ഒരു മലയാളി ജോലി ചെയ്യുന്നതിൻ്റെ അടുക്ക് മരണപ്പെട്ടു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അർമേനിയയിൽ ഏതെങ്കിലും ഒരു മലയാളി ഉണ്ടോ, കാരണം ബോഡി നാട്ടിലെത്തിക്കണമെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരെങ്കിലും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എനിക്കറിയാവുന്ന 2-3 കോണ്ടാക്ട്സ് കൊടുത്തു. അങ്ങനെ ബോഡി നാട്ടിലെത്തിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ സൗദി അറേബ്യയിൽ എൻ്റെ ഉമ്മയുടെ ഫ്രണ്ടിൻ്റെ മകന് അവിടെ ജോലി നഷ്ടമായി. അവൻ്റെ വൈഫിൻ്റെ ഡെലിവറി ഒക്കെ അടുത്ത് വരുന്നു, അവൻ്റെ ജോലി നഷ്ടമായി, ആകെ ബുദ്ധിമുട്ടിൽ. അപ്പം എന്നെ വിളിച്ചു, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അവിടെയുള്ള സൈക്ലിംഗ് ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവരെ ഞാൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരാൾ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അടുത്ത ആഴ്ച ആകുമ്പോഴേക്ക് റിയാദിൽ ജോലി റെഡിയായി. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതിലൂടെ ചെയ്യാൻ പറ്റുന്ന സന്തോഷമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിനൊരു കൂട്ടായ്മ തന്നെയുണ്ടോ സൈക്ലിംഗ് എന്നുള്ള ഒരു ഇതിന്? ഒരുപാട് സൈക്ലിംഗ് ക്ലബ്ബുകളുണ്ട്, ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ ഞാനൊരു ഗ്രൂപ്പിലും അങ്ങനെ ഇല്ല. ഞാൻ എൻ്റെ നാട്ടിലൊരു BRK എന്ന് പറഞ്ഞു, ബീച്ച് റൈഡേഴ്സ് കാപ്പാട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, അതിലുണ്ട്. പിന്നെ കാസർഗോഡ് പെഡലേഴ്സ് എന്ന് പറയുന്ന ഈ 2 ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ആക്റ്റീവാണ്. പിന്നെ നമുക്ക് സൈക്ലിംഗ് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഒറ്റയ്ക്ക് എനിക്ക് ഫ്രീഡം ഭയങ്കര ഇഷ്ടമാണ്. പല ആളുകളും തീർച്ചയായിട്ടും പല ആളുകളും ചോദിക്കും പോകുമ്പോൾ ഒരാളെയും കൂടി കൂട്ടിക്കൂടെ, എത്ര റിസ്ക് എന്തിനാന്ന്. പക്ഷേ ഒറ്റയ്ക്ക് പോകുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ എവിടെ നിർത്തണം, എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, എന്തും നമുക്ക് തീരുമാനിക്കാം. ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട, ആരെയും വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ ഫ്രീഡം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സോളോ യാത്ര ചെയ്താലേ നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റുള്ളൂ.